ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. Elegant Restaurant, Sara Complex near Union Bank, TB Junction, KP Road, Punalur. ചരിത്രം വിളിച്ചോതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, non-AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണിയിൽ ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യ വിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇനാഗുറൽ ഓഫർ ഫോർ ആൾ അറേബ്യൻ ഫുഡ്, സ്പെഷ്യൽ പാക്കേജ് ഫോർ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ, ഫാമിലി മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, ആൾ അതർ ഫംഗ്ഷൻ. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475229077. എലഗന്റ് റെസ്റ്റോറന്റ്, സാറ കോംപ്ലക്സ് നിയർ യൂണിയൻ ബാങ്ക്, TB ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. എലഗന്റ് റെസ്റ്റോറന്റ്, ഗെറ്റ് മോർ ഓഫ് വാട്ട് യു റിയലി വാണ്ട്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പാറ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ഉജ്ജ്വല വിജയം. LDF സ്ഥാനാർത്ഥിയായി മൻസൂറാണ് വിജയിച്ചത്. ആയൂർ ജംഗ്ഷനിൽ വൻ തീപിടുത്തം. ഫയർഫോഴ്സും പോലീസും സംയോജിതമായി ഇടപെട്ടു. വൻ ദുരന്തം ഒഴിവായി. ഇടമുളയ്ക്കലിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് ഇടമുളയ്ക്കൽ സ്വദേശി നൌഷാദ്. വാർത്തകൾ വിശദമായി. കൊല്ലം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഏക സീറ്റ് LDF നിലനിർത്തി. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പാറ വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മൻസൂർ ഉജ്ജ്വല വിജയം നേടി. 163 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മൻസൂർ വിജയിച്ചത്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പാറ വാർഡിൽ LDF സ്ഥാനാർത്ഥി മൻസൂർ വൻ ഭൂരിപക്ഷത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 163 വോട്ടുകളുടെ നിർണായക ഭൂരിപക്ഷമാണ് മൻസൂർ നേടിയത്. മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ മാമ്പഴത്തറ സലീമാണ് പരാജയപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ രാജീവ് ഗാന്ധി നിർമ്മൽ കേന്ദ്രത്തിലാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. 10:30 ഫലപ്രഖ്യാപനവും വന്നു. KAP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഓമനക്കുട്ടന്റെ നേതൃത്വത്തിലാണ് വോട്ടെണ്ണൽ നടന്നത്. ഫലപ്രഖ്യാപനം വന്നതോടെ LDF പ്രവർത്തകർ ആവേശത്തിലായി. Concrete man,
തടിച്ചുകൂടിയ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും നടത്തി. സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുനില: LDF സ്ഥാനാർത്ഥി I മൻസൂർ 336, UDF സ്ഥാനാർത്ഥി മാമ്പഴത്തറ സലീം 173, BJP സ്ഥാനാർത്ഥി V ഉത്തമൻ 23. ന്യൂസ് ബ്യൂറോ, തെന്മല. നെടുമ്പാറ ഉപതെരഞ്ഞെടുപ്പ് വിജയം തോട്ടം തൊഴിലാളികളുടെയും യുവാക്കളുടെയും വിജയമാണെന്ന് തെരഞ്ഞെടുക്കപ്പെട്ട LDF സ്ഥാനാർത്ഥിയായി മൻസൂർ. ഇടതുപക്ഷത്തിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണ് ഉപതെരഞ്ഞെടുപ്പ് വിജയമെന്നും ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു പറഞ്ഞു. ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന തോട്ടം തൊഴിലാളികളുടെയും യുവാക്കളുടെയും വിജയമാണിതെന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥി I മൻസൂർ പറഞ്ഞു. തന്നെ വിജയിപ്പിക്കാൻ പരിശ്രമിച്ച പാർട്ടി പ്രവർത്തകർക്കും വോട്ടർമാർക്കും നന്ദി അറിയിക്കുന്നതായും മൻസൂർ അറിയിച്ചു. ആ തോട്ടം തൊഴിലാളികളുടെയും ഈ വാർഡിലെ ചെറുപ്പക്കാരുടെയും വിജയമായി ഇതിനെ കാണുന്നു. മുഴുവൻ തോട്ടം തൊഴിലാളികൾക്കും നെടുമ്പാറ വാർഡിലെ മുഴുവൻ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇടതുപക്ഷത്തിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണിതെന്ന് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ വിജയമാണ്. അത് ഈ പഞ്ചായത്ത് ഭരണ സമിതിക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനങ്ങൾ നൽകിയ അംഗീകാരം ഏറ്റെടുത്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ കൂടുതൽ അവർക്ക് സഹായിക്കുന്ന നിലപാടുമായി ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നു. ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ UDFിനും വർഗീയ പ്രചരണം നടത്തിയ BJPക്കും കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് CPM നേതാവ് R പ്രദീപും അറിയിച്ചു. വർഗീയ പ്രചരണമായിരുന്നു ഒരു സ്ഥാനാർത്ഥി, മുഖ്യമായും BJPയുടെ സ്ഥാനാർത്ഥി നടത്തിയത്. ജാതി മത വർഗീയത ഇളക്കിവിട്ടുകൊണ്ട് വോട്ടുപിടിച്ചു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എല്ലാ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പണവും മദ്യവും എല്ലാം കപട വാഗ്ദാനങ്ങളും ഇറക്കിക്കൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ പ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളും ഇളക്കിവിട്ടുകൊണ്ടുള്ള പ്രചരണ തന്ത്രങ്ങളാണ് നടത്തിയത്. അതുപോലെ തന്നെ വികസന വായാടിത്തങ്ങൾ നടത്തി. അത്തരം കപട പ്രചരണങ്ങളെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ വാർഡിൽ ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെയും എല്ലാം കൊടിയാണ് ഇവിടുത്തെ നെടുമ്പാറയിലെ ഇടതുപക്ഷത്തെ ആത്മാവിനോട് ചേർത്ത് പിടിക്കുന്ന ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഇവിടുത്തെ വാർഡിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെയാണ് നെഞ്ചേറ്റിയത്. ന്യൂസ് ബ്യൂറോ, തെന്മല. ആയൂർ ജംഗ്ഷനിൽ വൻ തീപിടുത്തം. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമൊഴിവായി. ആയൂർ ജംഗ്ഷനിലെ ആരിഫ് ബിൽഡിംഗിലാണ് തീപിടുത്തമുണ്ടായത്. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഹാളിലായിരുന്നു തീപിടിച്ചത്. ഇവിടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി പഴയ തുണികൾ ശേഖരിച്ചു വച്ചിരുന്നു. ഇതിലേക്കാണ് തീ പടർന്നത്. സിംല വെഡിംഗ് സെന്റർ അടക്കമുള്ള കടകൾ ഈ ബിൽഡിംഗിലാണ് പ്രവർത്തിക്കുന്നത്. പൊന്നൂരിൽ നിന്നും കടയ്ക്കലിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകളും ഹൈവേ പോലീസും ചടയമംഗലം സ്റ്റേഷനിൽ നിന്നും അഡീഷണൽ SI വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി സ്ഥിതി നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തമുണ്ടായത് ജംഗ്ഷനിലായതിനാൽ വൻ ട്രാഫിക് ബ്ലോക്കാണ് അനുഭവപ്പെട്ടത്. കാരാളികോണം സ്വദേശി കരീമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കെട്ടിടം. തീ പടരാനുള്ള കാരണം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട വൻവിള വാർഡിൽ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ APL ലിസ്റ്റിലായി. പ്രതിഷേധം ശക്തമാക്കുന്നു. അർഹതയുള്ള കുടുംബങ്ങൾ പട്ടികയ്ക്ക് പുറത്തായപ്പോൾ അർഹതയില്ലാത്തവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. കോളനി നിവാസികൾ ഉൾപ്പെടെ BPL ലിസ്റ്റിൽ നിന്ന് പുറത്തായതായി വാർഡ് മെമ്പർ സുജാത ആരോപിച്ചു. വേറെ ആശ്രയിക്കാനായിട്ട് വേറെ ആരുമില്ല. ഭർത്താവ് മരിച്ചു, മക്കളില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ വിധവയായിട്ട് ജീവിക്കുന്നത്. ഇവരുടെ കാർഡ് പോലും BPL നിന്ന് പുറത്തായിട്ടുണ്ട്. അങ്ങനെ വന്മള വാർഡിനകത്ത് ഒരുപാട് പേര്, അതായത് തൊഴിലുറപ്പിന് പോകുന്ന ഒരുപാട് സ്ത്രീകൾ, വേറെ വിധവയായിട്ടുള്ളവർ, 13 ക്യാൻസർ രോഗികളുണ്ട്. അവർ മൊത്തം BPL ലിസ്റ്റിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അപ്പം അനർഹരെ മാറ്റിയിട്ട് ഇവരെ എല്ലാം ഉൾപ്പെടുത്തി. രോഗബാധിതരായി കിടപ്പിലായ രോഗികളുള്ള കുടുംബങ്ങളെ പോലും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് BPL ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ പറയുന്നു. ആദ്യമേ തന്നെ ഞങ്ങൾ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ സപ്ലൈ ഓഫീസിൽ കൊണ്ടുപോയി BPL ലിസ്റ്റ് തന്നെ സീലടിച്ച് എന്റെ പേരും വെച്ചാണ് ആ കാർഡ് വന്നത്. ഇപ്പൊ ലിസ്റ്റ് വായിച്ചപ്പോൾ എന്റെ പേരില്ല അതിൽ. BPL ആയിരുന്നു, ഇപ്പോൾ APL ആയി. ഇങ്ങനെ 2 മക്കളുണ്ടായിരുന്നു, മക്കളും മരിച്ച്, ഭർത്താവും മരിച്ച്. ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. മെഡിക്കൽ കോളേജിലെ ചികിത്സ. വീടിന് വീടായ ഒരു വീടുമുണ്ട്. ഞങ്ങളൊക്കെ BPL ആയിരുന്നു, ഇപ്പം ഞങ്ങൾ APLായി. ഞങ്ങൾക്ക് BPL ലിസ്റ്റിൽ തന്നെ തരണം. നിവൃത്തിയില്ലാത്തവരെ ഞങ്ങൾ തൊഴിലുറപ്പുണ്ടാകും. ഞങ്ങൾ ഭാര്യയും ഭർത്താവും എല്ലാം തൊഴിലുറപ്പ് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. ചുവന്ന കാർഡായിരുന്നു എനിക്ക്, അതിന് പേരൊന്നും പറയുന്നത്. ഇപ്പം എനിക്ക് ലിസ്റ്റ് വന്നിട്ടില്ല. ഇത് എന്തുവാന്ന് എനിക്ക് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. സപ്ലൈ ഓഫീസിൽ ചെന്നപ്പം പറഞ്ഞ് നമ്പറോട് കയറി പഞ്ചായത്തിൽ നോക്കാം. അന്നേരം നോക്കിയിട്ട് ലിസ്റ്റില്ല. പിന്നെ എനിക്ക് 9 സെന്റ് സ്ഥലമുണ്ട്. അതിൻ്റെ കാര്യം തീർത്ത പറ്റിയിട്ടെല്ലാം കൂടെ വെച്ചാൽ ഞാൻ അപേക്ഷ എടുത്തത്. എൻ്റെ വീട് പൊളിഞ്ഞെടുക്കുക. ഞാൻ വീടിൻ്റെ കാര്യം കൊടുത്തിട്ടില്ല, മങ്കട്ടയാണ്.
ലിസ്റ്റ് പുനഃപരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. അർഹതയുള്ളവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും അല്ലാത്തവരെ ഒഴിവാക്കണമെന്നുമാണ് പൊതുവെ ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ ഏറം കൊല്ലിയിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ അനിഴം തിരുനാൾ മഹോത്സവം ഭക്തിസാന്ദ്രമായി. നവാഹ യജ്ഞത്തിലും അന്നദാനത്തിലും നൂറുകണക്കിന് ഭക്തജനങ്ങൾ സന്നിഹിതരായിരുന്നു. ഭക്തിയുടെയും സമാധാനത്തിന്റെയും ഈറ്റില്ലമായ കൊല്ലിയിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടുനിന്ന മഹോത്സവത്തിന് കൊടിയിറങ്ങി. വേദശ്രീ എസ് കേരളകുമാറിന്റെ നേതൃത്വത്തിൽ 9 ദിവസം നീണ്ടുനിന്ന നവാഹയജ്ഞം ഭക്തജന മനസ്സുകളെ പുളകച്ചാർത്തണിയിച്ചു. നവാഹ ദിനങ്ങളിൽ ഭക്തർക്കായി ക്ഷേത്രത്തിൽ അന്നദാനവും നടത്തിയിരുന്നു. നൂറുകണക്കിന് ഭക്തരാണ് അന്നദാനത്തിലും നവാഹത്തിലും സന്നിഹിതരായത്. ഉത്സവ സമാപന ദിനത്തിൽ ക്ഷേത്രത്തിൽ സമൂഹ പൊങ്കാലയും കെട്ടുകുതിരയെടുപ്പും നേർച്ചക്കമ്പവും നടന്നു. ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ കെട്ടുകുതിരയെടുപ്പിൽ നൂറുകണക്കിന് ഭക്തർ സാക്ഷികളായി. ആറാട്ടുകണ്ടത്തിൽ നിന്നും ദേവിയുടെ തിരുസന്നിധിയിൽ ദേവിക്ക് അഭിമുഖമായി കുതിര നിന്നപ്പോൾ ഭക്തജന ഹൃദയങ്ങളിൽ നിന്നും ദേവീനാമം ഉയർന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരി പൂജകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ അഗസ്ത്യകോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം വിവിധ പൂജാവിധികളോടെ നടന്നുവരുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന സപ്താഹയജ്ഞവും പ്രഭാഷണങ്ങളും ഭക്തിസാന്ദ്രമായി. അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം പൂജാതി വിധി പ്രകാരം നടന്നുവരികയാണ്. പൊങ്കാല മഹോത്സവത്തോടെ ആരംഭിച്ച ഉത്സവത്തിൽ 15-ാം തീയതി മുതൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നടന്നുവരുന്നു. സപ്താഹയജ്ഞത്തിൽ MG പ്രദീപ് കുമാർ യജ്ഞാചാര്യനും ഹരികൃഷ്ണൻ പോറ്റി യജ്ഞഹോതാവും ഉമ്മന്നൂർ ശ്രീലാൽ, കരുവാറ്റ രാജീവ്, കള്ളിക്കാട് രതീഷ് എന്നിവർ യജ്ഞ പൌരാണികരുമാണ്. ഉത്സവ ദിനത്തിൽ മഹാവിഷ്ണുവിന് ദശാവതാര ചാർത്തും നടന്നുവരുന്നു. ഭക്തർക്കായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനവും നൽകുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഥകളി നേർച്ചയായി നടത്തപ്പെടുന്ന ക്ഷേത്രം എന്ന പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനാണ്. ഈ വർഷവും 10 ദിവസത്തെ ഉത്സവത്തിൽ 7 ദിവസവും കഥകളി നടത്തപ്പെടുന്നു. മഹാശിവരാത്രി ദിനത്തിൽ വിശേഷാൽ പൂജകൾക്ക് പുറമെ മഹാശിവപൂജയും നടത്തപ്പെടുന്നുണ്ട്. ആഘോഷങ്ങൾക്ക് അധികം പ്രാധാന്യം നൽകാതെ ക്ഷേത്ര പൂജകൾക്കും ക്ഷേത്രകലകൾക്കുമാണ് അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്ര ഭരണസമിതി ഏറെ പ്രാധാന്യം നൽകുന്നത്. ക്ഷേത്ര പുനരുദ്ധാരണം നടന്നു വരുന്നതിനാൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഇക്കൊല്ലവും ക്ഷേത്രത്തിൽ ഊരുചുറ്റു ഘോഷയാത്ര ഉണ്ടായിരിക്കില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തിരുവനന്തപുരം കിൻഫ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻഫീൽഡ് കപ്സും സ്പോർട്സ് നെറ്റ്വർക്കിംഗ് നെതർലൻഡും സംയുക്തമായി പുനലൂരിൽ ആദ്യമായി യൂറോപ്യൻ ഫുട്ബോൾ പരിശീലന കളരി ആരംഭിക്കുന്നു. പുനലൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ UFA A ലൈസൻസ്ഡ് കോച്ചുമാരുടെ നേതൃത്വത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ പരിശീലനം. 6 വയസ്സ് മുതൽ 19 വയസ്സുവരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. GFCയുടെ വിവിധ പ്രോഗ്രാമുകളായ കപ്പ് സോക്കർ ലീഗ്, ഡിസ്ട്രിക്ട് ടീം, റെഗുലർ ട്രെയിനിംഗ് പ്രോഗ്രാം എന്നിവയുടെ ഭാഗമാകാൻ സുവർണാവസരം. ഏപ്രിലിൽ നടക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് വൊക്കേഷണൽ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ലെവൽ 1 ട്രെയിനിംഗ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് നെതർലൻഡിൽ തുടർ പരിശീലനത്തിന് അവസരം. ഫോർ അഡ്മിഷൻ കോൺടാക്ട് 9072590001 9072590002. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകര, പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകാല, പുനലൂർ. ഫോൺ 9388709485. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ.
തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. നിങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ ലക്ഷ്യം. അനു ഫർണിച്ചർ, മാവേലി സ്റ്റോറിന് സമീപം, പത്തനാപുരം. തേക്ക്, പ്ലാവ്, മഹാഗണി എന്നീ തടികളിൽ മാത്രം നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ വന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു വാങ്ങുവാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു. കട്ടില, കതക്, ജന്നൽ, കിച്ചൺ കബോർഡ് മുതലായവ ഓർഡർ അനുസരിച്ച് നിർമ്മിച്ചു നൽകുന്നു. തടിയലമാരകൾ, ദിവാൻ കൂട്ടുകൾ, വ്യത്യസ്തതയാർന്ന ടീപ്പോകൾ, ഡൈനിങ് ടേബിളുകൾ, സൈബോർഡ് സെറ്റുകൾ തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ എല്ലാ വിലകളിലും ഡിസൈനുകളിലും യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടാതെ പ്രമുഖ കമ്പനികളുടെ മെത്തകൾ, ബെഡ്ഷീറ്റുകൾ, പില്ലോകൾ, TV സ്റ്റാൻഡുകൾ, ഓഫീസ് ചെയറുകൾ, കമ്പ്യൂട്ടർ ചെയറുകൾ, സ്റ്റാൻഡുകൾ എന്നിവയുടെ വിപുലമായ ശേഖരവും എത്തിച്ചേർന്നിരിക്കുന്നു. നിരവധി വർഷങ്ങളായി ജനങ്ങളിൽ നിന്ന് നേടിയെടുത്ത വിശ്വാസം. വിൽപ്പനാനന്തര സേവനത്തിന് അനു ഫർണിച്ചർ എന്നും സാധാരണക്കാരോടൊപ്പം. അനു ഫർണിച്ചർ, മാവേലി സ്റ്റോറിന് സമീപം, പത്തനാപുരം. ഫോൺ 0475235547. മൊബൈൽ 9847650914. ഇടമുളയ്ക്കൽ സൊസൈറ്റി ജംഗ്ഷനിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ഇടമുളയ്ക്കൽ പനച്ചവിള ബിസ്മി മൻസിലിൽ നൌഷാദാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. ഇടമുളയ്ക്കൽ പനച്ചവിള ബിസ്മി മൻസിലിൽ നൌഷാദാണ് മരിച്ചത്. അഞ്ചലിലെ സ്വകാര്യ വാഹന ബിസിനസ് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ആയൂരിൽ നിന്നും അഞ്ചൽ ഭാഗത്തേക്ക് ബൈക്കിൽ വരികയായിരുന്ന നൌഷാദിനെ എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. മുൻപേ പോയ വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കവെയാണ് അപകടമുണ്ടായതെന്നും പറയപ്പെടുന്നു. അപകടത്തെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ നൌഷാദിനെയും ഓട്ടോറിക്ഷയിലെ യാത്രികരായ ഷിബു, ഇബ്രാഹിം എന്നിവരെയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി നൌഷാദിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വൈകിട്ട് 4 മണിയോടെയാണ് നൌഷാദ് മരിച്ചത്. പരേതനായ നുജ്മുദ്ദീന്റെയും നുർനിസയുടെയും മകനാണ് നൌഷാദ്. ഹസീനയാണ് ഭാര്യ. അഞ്ചൽ സെന്റ് ജോൺ സ്കൂളിലെ നിഹാൽ, നജാദ് എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കമുകച്ചേരി തിരുവിളങ്ങാനപ്പൻ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് മഹാലക്ഷദീപം 24-ന് നടക്കും. വൈകുന്നേരം 6-ന് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ മാധവര് ശംഭുപോറ്റി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ലക്ഷദീപത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. തിരുവിളങ്ങോനപ്പൻ സേവാസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ലക്ഷദീപ ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മാധവര് ശംഭുപോറ്റി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഭഗവാന്റെ തിരുസന്നിധിയിൽ ഒത്തുചേർന്ന് ലക്ഷം ദീപം തെളിയിക്കുന്ന മഹത്തായ ചടങ്ങിനു വേണ്ടി ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പാറ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ഉജ്ജ്വല വിജയം. LDF സ്ഥാനാർത്ഥിയായി മൻസൂറാണ് വിജയിച്ചത്. ആയൂർ ജംഗ്ഷനിൽ വൻ തീപിടുത്തം. ഫയർഫോഴ്സും പോലീസും സംയോജിതമായി ഇടപെട്ടു. വൻ ദുരന്തമൊഴിവായി. ഇടമുളയ്ക്കലിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് ഇടമുളയ്ക്കൽ സ്വദേശി നൌഷാദ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. 2ാം ഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555.
916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ആവണീശ്വരം നെടുവന്നൂർ താന്നിയപ്പൻകാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 2017 ഫെബ്രുവരി 27 തീയതി തിങ്കളാഴ്ച മുതൽ മാർച്ച് 8 തീയതി ബുധനാഴ്ച വരെ മഹാശിവപുരാണ യജ്ഞം നടക്കും. പ്രശസ്ത യജ്ഞാചാര്യൻ കൊയ്പ്പള്ളി ശശി പാവുമ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫെബ്രുവരി 27 വൈകിട്ട് 6:15 മേൽശാന്തി ഗോപൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ തന്ത്രി വെട്ടിക്കവല കോക്കുളത്തുമഠത്തിൽ ബ്രഹ്മശ്രീ മാധവര് ശംഭുപോറ്റി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഭക്തസഹസ്രങ്ങൾക്ക് സായുജ്യമേകി മഹാശിവപുരാണ യജ്ഞത്തിന് തുടക്കമാകും. വരൂ, ഈ ആത്മീയ അനുഭവത്തിൽ പങ്കാളിയാകൂ.